ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഞാനിന്ന് വന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ നമ്മുടെ യൂട്യൂബിൽ മാത്രമല്ല ഇൻസ്റ്റയിലൊക്കെ ഉണ്ട്. എന്നാലും മെയിനായിട്ട് നമ്മൾ യൂട്യൂബിൽ 2 ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. 2 ഷോർട്സ് എന്ന് പറഞ്ഞാൽ ഒരെണ്ണം ഒരു ബ്രസ്റ്റ് പമ്പ് മെയിനായിട്ട് വരുന്നൊരു ഷോർട്സും, ഒന്ന് ഈ പ്രഗ്നൻസി പില്ലോ നമ്മൾ ചക്കരയ്ക്ക് ഗിഫ്റ്റ് കൊടുക്കുന്ന പോലെ അല്ലെങ്കിൽ ഒരു സർപ്രൈസ് കൊടുക്കുന്ന പോലത്തെ 2 ഷോർട്സ്. ഈ 2 ഷോർട്സും നല്ല ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ഇട്ടതെങ്കിലും അതിന് കണ്ടമാനം നെഗറ്റീവ് കമൻറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നെഗറ്റീവ് കമൻറ്റ്സ് മാത്രമല്ല, പോസിറ്റീവ്സ് വന്നിട്ടുണ്ട്. പലരുടെയും എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്ത് അങ്ങനെ കുറേ വന്നിട്ടുണ്ടെങ്കിലും നെഗറ്റീവ് കമൻറ്റ്സ് കണ്ടിട്ട് സത്യം പറഞ്ഞാൽ നമ്മുടെ കിളി പോയി. കാരണം നല്ലൊരു കാര്യം ചെയ്താൽ പോലും കുറ്റം കണ്ടുപിടിക്കാനാണ് ആൾക്കാർക്ക് മെയിൻ ഇതെന്നുള്ളതാണ് നമുക്ക് മനസ്സിലായത്. അപ്പോൾ ഈ 2 വീഡിയോസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ ബ്രസ്റ്റ് പമ്പിൻ്റെ വീഡിയോ നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ 1 കോടി ആളുകൾ കണ്ട വീഡിയോ ആണ് കേട്ടോ. 1 കോടി. അവിടെ മാത്രമല്ല, നമ്മൾ FBയിലും യൂട്യൂബിലും നമ്മുടെ സെയിം പേര് തന്നെയാണ്, മിസ്റ്റർ ആൻഡ് മിസ്സിസ് വ്ലോഗ്. ഈ 3 പ്ലാറ്റ്ഫോമിലും നമ്മൾ ഈ വീഡിയോ ഇട്ടിട്ടുണ്ട്. 1.5 കോടിയോളം ആളുകൾ ടോട്ടൽ ഇത് കണ്ടിട്ടുണ്ട്. ഇനി നമ്മുടെ പ്രഗ്നൻസി പില്ലോയുടെ വീഡിയോ നമ്മൾ യൂട്യൂബിൽ മാത്രമേ നിലവിലിട്ടിട്ടുള്ളൂ ഷോർട്സ്. അത് യൂട്യൂബിൽ നിന്ന് മാത്രം 1.5 കോടിയോളം ആളുകൾ കണ്ടു കഴിഞ്ഞു, കൂടിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും. അപ്പോൾ ഇത്രയും വ്യൂ കിട്ടിയ ഈ 2 വീഡിയോ അല്ലെങ്കിൽ ഇത്രയും യൂസ്ഫുൾ ആയിട്ടുള്ള ഈ വീഡിയോൻ്റെ നെഗറ്റീവ് കമൻറ്റ്സ് ഞാൻ ആദ്യം ഒന്ന് വായിക്കാം. കുഞ്ഞിന് അമ്മയുടെ മുലപ്പാൽ നേരിട്ട് കൊടുക്കുമ്പോൾ അമ്മയും കുഞ്ഞും തമ്മിലുള്ള ബന്ധം അത് പറഞ്ഞറിയിക്കുവാൻ പറ്റാത്തൊരു ഫീലാണ്. ശരിയാണ്, ഇത് തികച്ചും തെറ്റാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഞാൻ ചെയ്ത വീഡിയോ തികച്ചും തെറ്റാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അടുത്തത്, ഇപ്പോഴത്തെ പെൺകുട്ടികളൊന്നും സഹിക്കുന്നില്ല, ചിലർക്ക് മാറു തൂങ്ങിപ്പോകുമെന്ന ഭയം. 2 മക്കളുടെ അച്ഛനാണ് ഞാൻ. എൻ്റെ ചേട്ടാ, ഞാൻ 2 മക്കളുടെ അമ്മയാണ്. ഓക്കെ, ഇനി ഈ ചേട്ടൻ്റെ ബാക്കി വായിക്കാം. എൻ്റെ വൈഫ് എന്നോട് ഇതുവരെ പറഞ്ഞിട്ടില്ല വേദന ഉണ്ടെന്ന്. അത് ചേട്ടൻ്റെ കുഴപ്പമാണ്. കാരണം ഭാര്യയ്ക്ക് ഉണ്ടാകുന്ന സന്തോഷങ്ങൾ മാത്രമല്ല ഭർത്താവിനോട് ഷെയർ ചെയ്യേണ്ടത്, വിഷമങ്ങളും ഷെയർ ചെയ്യണം. എൻ്റെ ഭാര്യ എന്നോട് ഒരു വിഷമവും പറഞ്ഞിട്ടില്ലെന്ന് അഭിമാനത്തോടെ പറയുന്നുണ്ടെങ്കിൽ നിങ്ങളെന്ന ഭർത്താവ് ഒരു തോൽവിയാണെന്ന് ഞാൻ പറയുള്ളൂ. അടുത്തത്, എൻ്റെ മക്കൾ 3 വയസ്സിന് മുകളിൽ അമ്മയുടെ മുലപ്പാൽ നേരിട്ട് കുടിച്ച് തന്നെയാണ് വളർന്നത്. ഇതൊക്കെ അനാവശ്യമാണ്. മെഷീനുകളുടെ സൗകര്യം എന്തിനും ഇപ്പോൾ വേണമെന്നായി. നമ്മുടെയൊക്കെ അമ്മമാർ എന്ത് സഹിച്ചിരിക്കണം? ഇതിനെ ഞാൻ അംഗീകരിക്കുന്നില്ല. ചേട്ടൻ്റെ അമ്മ പണ്ട് അരകല്ലിലായിരിക്കും അരച്ചത്. ചേട്ടൻ്റെ ഭാര്യ അരകല്ലിലാണോ അരക്കുന്നത്? മിക്സിയിലായിരിക്കില്ല അരക്കുന്നത്. ചേട്ടൻ്റെ അമ്മ വിറകടുപ്പത്തായിരിക്കും കഞ്ഞി വെച്ചത്. ചേട്ടൻ്റെ ഭാര്യ ഗ്യാസ് അടുപ്പത്തായിരിക്കില്ലേ കഞ്ഞി വെക്കുന്നത്. അങ്ങനെ എല്ലാ കാര്യങ്ങളിലും നമ്മൾ മാറിക്കഴിഞ്ഞു. പിന്നെ ഈ ഒരു വീഡിയോയിലൂടെ പെൺകുട്ടികൾ മാറി തൂങ്ങാതിരിക്കാൻ വേണ്ടി ബ്രസ്റ്റ് പമ്പ് ഉപയോഗിക്കുക എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ ഫുൾ നൈറ്റ് നിങ്ങൾ ബ്രസ്റ്റ് പമ്പിലൂടെ പാലെടുത്ത് കുഞ്ഞിന് കൊടുക്കുക എന്നുള്ള ഒന്നും ഞാനതിൽ കാണിക്കുന്നില്ല. പിന്നെ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, എനിക്ക് 4 വയസ്സുള്ളൊരു മകളുണ്ട്. കുഞ്ഞിന് ഞാൻ 2.5 വയസ്സ് വരെ ബ്രസ്റ്റ് ഫീഡ് ചെയ്തതാണ്. ഞാനൊരു ബ്രസ്റ്റ് പമ്പും യൂസ് ചെയ്തിട്ടില്ല. ഡയറക്റ്റായിട്ട് ബ്രസ്റ്റ് ഫീഡാണ് ചെയ്തിരുന്നത്. ഇതിനിടയിൽ എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്, വേദനകൾ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ സഹിച്ച് തന്നെയാണ് ആ കുഞ്ഞ് 4 വയസ്സ് വരെ വളർന്നത്. ഇപ്പോൾ 2ാമത്തെ കുഞ്ഞിന് 2.5 മാസമാണ് പ്രായം. അവനും ബ്രസ്റ്റ് ഫീഡാണ് കൊടുക്കുന്നത്. എൻ്റെ ആദ്യത്തെ മോൾ ഉണ്ടായിരുന്ന സമയത്ത് എൻ്റെ നിപ്പിൾ ക്രാക്കായി പൊട്ടിപ്പഴുത്തിട്ടുണ്ട്. ഞാൻ വീട്ടിൽ പോലും പറഞ്ഞിട്ടില്ല ഈ ഒരു സംഭവം. കാരണം നിപ്പിൾ പൊട്ടി കുറച്ച് 2 ദിവസം കഴിഞ്ഞപ്പോൾ തുടങ്ങി അതിൻ്റെ കളർ ചേഞ്ച് ആവാൻ തുടങ്ങി. അപ്പോൾ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ എൻ്റെ വീട്ടിലേക്ക് വരുന്ന വഴി ഞങ്ങൾ ഹോസ്പിറ്റലിൽ കയറി. ഗൈനക്കോളജിസ്റ്റിനെ കാണാൻ പറ്റിയില്ല, കാരണം നമ്മൾ ബുക്ക് ചെയ്തിട്ടൊന്നുമല്ല വന്നത്. ഹോസ്പിറ്റലിൽ കയറി ഫിസിഷ്യനെ കണ്ട് കാര്യം പറഞ്ഞു. അപ്പോൾ അദ്ദേഹം മരുന്ന് തന്നു. പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഒരു ദിവസം കുഞ്ഞിന് ഫീഡ് ചെയ്യേണ്ട, പാല് പിഴിഞ്ഞിട്ട് കുഞ്ഞിന് കൊടുക്കുക എന്നുള്ളതാണ്. അങ്ങനെ തന്നെയാണ് ചെയ്തതും. പക്ഷേ ഇതിൽ പല അമ്മമാരും കമൻറ്റ് ചെയ്തിട്ടുണ്ട്, പൊട്ടിയിട്ട് ഞാൻ കുഞ്ഞിന് വായിൽ വെച്ച് കൊടുത്തു, നിപ്പിളിൽ നിന്ന് കുഞ്ഞിൻ്റെ വായിൽ ചോരയായി, എന്നിട്ട് ഞാൻ പാൽ കൊടുത്തു എന്നൊക്കെ. അപ്പോൾ എനിക്കറിയില്ല എന്താണ് ഇതെന്ന്. ഇനി നമ്മൾ ചെയ്ത ഷോർട്ട് വീഡിയോ ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണണം. അതിൽ നമ്മൾ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ, കണ്ടിന്യൂസ് ആയിട്ട് നൈറ്റ് ടൈമിലുള്ള ബ്രസ്റ്റ് ഫീഡ് കൊണ്ട് നിപ്പിൾ ക്രാക്കായി കുഞ്ഞിന് പാൽ കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥ. പക്ഷേ കുഞ്ഞിന് ബ്രസ്റ്റ് ഫീഡ് മുലപ്പാൽ തന്നെ കൊടുക്കണം എന്ന് ആഗ്രഹമുള്ളത് കൊണ്ട് പമ്പ് ഉപയോഗിച്ച് കുഞ്ഞിന് പമ്പ് ചെയ്ത് പാൽ വെച്ചിട്ട് ആ പാൽ കുഞ്ഞിന് കൊടുക്കുന്നു. ഇത് ഡെയിലി ചെയ്യണമെന്നോ ഒന്നും നമ്മൾ ആ വീഡിയോയിൽ പറയുന്നില്ല. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ, കുഞ്ഞിന് ഡയറക്റ്റ് ഫീഡ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആണെങ്കിൽ നമ്മൾക്ക് ഇങ്ങനെയുള്ള ഉപകരണങ്ങളുണ്ട് എന്നുള്ളതാണ് ആ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇതുപോലത്തെ സിമിലർ ആയിട്ടുള്ള കുറേ നെഗറ്റീവ് കമൻറ്റ്സ് ഉണ്ട് കേട്ടോ. അതായത്, ഇത് വളരെ മോശമായിപ്പോയി, മുലപ്പാൽ അത് അമ്മയുടെ മാറിൽ നിന്ന് തന്നെ കൊടുക്കണം, ശുദ്ധ തെണ്ടിത്തരം, പിന്നെന്താണ്, ഇത് ദൈവത്തിൻ്റെ തീരുമാനങ്ങൾക്കപ്പുറമാണ്, ഇത്രയ്ക്കും പുരോഗതിയുടെ ആവശ്യമില്ല, അമ്മയുടെ മാറിൽ പറ്റിച്ചേർന്ന് കുഞ്ഞി പാൽ വലിച്ചു കുടിക്കുമ്പോൾ അമ്മയുടെ ഹൃദയം ചെലുത്തുന്ന സ്നേഹവാത്സല്യം, അറിവും അഴകും ചന്ദന സുഗന്ധവുമായി ഈശ. ഇത് ഭയങ്കര സാഹിത്യമാണ്. പൈതലിൻ്റെ പഞ്ചേന്ദ്രിയങ്ങളിൽ നിറയുന്നു. പുതുതലമുറക്കാരായ അമ്മമാർ ഇതൊന്നും കണ്ട് മകൾക്ക് അല്ലെങ്കിൽ മകന് കിട്ടേണ്ട നന്മ നിറഞ്ഞ സൗഭാഗ്യം നഷ്ടപ്പെടുത്താതിരിക്കുക.
അപ്പോൾ ഈ ചേട്ടൻ്റെ ഇതിന് ഒരു മറു കമൻറ്റ് തൊട്ടപ്പുറം തന്നെയുണ്ട്. ആക്ച്വലി ഞാനിതിന് പറയണമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ ഇതിനൊരു മറുപടി കമൻറ്റ് എന്നുള്ള രീതിയിൽ വന്നിട്ടുള്ളൊരു കമൻറ്റ് ഞാൻ വായിക്കട്ടോ. പുരോഗതിയുടെ ആവശ്യമില്ലെങ്കിൽ വീട്ടിൽ പ്രസവിച്ചാൽ പോരെ. തള്ളുന്നവർക്ക് പറയാം, പക്ഷെ വേദന അനുഭവിക്കുന്നവർക്ക് മാത്രമേ ആ വിഷമം മനസ്സിലാകൂ. കുഞ്ഞിന് മുലപ്പാൽ കൊടുക്കാതെ ഇരിക്കാനല്ല, കൊടുക്കാനുള്ള മാർഗ്ഗമാണിത്. അതെ, ഈ അഴിച്ചിരിക്കുന്ന ശ്രീലക്ഷ്മി എന്ന് പറഞ്ഞ ഒരാളാണ് ഈ പോസിറ്റീവ് കമൻറ്റ് വിട്ടിട്ടുള്ളത്. ആദ്യ ദിവസങ്ങളിൽ 20 മിനിറ്റ് തുടർച്ചയായി കൊടുക്കണം. അതും ഓരോ 2 hours ഇടവിട്ട്. വെറുതെ ഇരുന്ന് യൂട്യൂബ് നോക്കുമ്പോൾ രസമല്ല. നടുവേദന, സ്റ്റിച്ച് പെയിൻ, അങ്ങനെ ഒരുപാട് അസ്വസ്ഥതകളുണ്ട്. അപ്പോൾ ഇതൊക്കെ സഹിച്ചിട്ടാണ് ഓരോ അമ്മമാരും പാല് കൊടുക്കുന്നത്. അല്ലാതെ എനിക്ക് ഭയങ്കര സുഖമായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടല്ല നമ്മൾ ബ്രസ്റ്റ് പമ്പൊക്കെ യൂസ് ചെയ്യുന്നത്. അതുപോലെ ഇപ്പോൾ പറഞ്ഞതനുസരിച്ച് പുരോഗതി എന്നൊരു വാക്ക് യൂസ് ചെയ്തല്ലോ ഈ ചേട്ടൻ. ആദ്യം ഞാൻ നെഗറ്റീവ് കമൻറ്റ് വായിച്ച ചേട്ടൻ. അങ്ങനെയാണെങ്കിൽ പണ്ട് കാലത്ത് സ്ത്രീകൾ വീടുകളിലാണ് പ്രസവിച്ചിരുന്നത്. വയറ്റാട്ടിമാർ അല്ലെങ്കിൽ ഇതുപോലത്തെ നാട്ടുവൈദ്യം ചെയ്യുന്നവർ വന്ന് പ്രസവം എടുക്കുകയാണ് ചെയ്തിരുന്നത്. അങ്ങനെയുള്ള സമയത്ത് അമ്മമാർ മരണപ്പെടാറുണ്ട്, കുഞ്ഞുങ്ങൾ മരണപ്പെടാറുണ്ട്. ഇതിൽ രണ്ടിലേതെങ്കിലും ഭൂരിഭാഗം കേസുകളിലും സംഭവിക്കാറുണ്ട്. കുഴപ്പമൊന്നുമില്ലാതെ പ്രസവിച്ച് പോരുന്നവരുമുണ്ട്. പക്ഷെ പിന്നീട് ഇപ്പോൾ ആരാണ് വീട്ടിൽ പ്രസവിക്കുന്നത്? ഇപ്പോൾ ആ രീതിയുണ്ടോ? എല്ലാവരും ഹോസ്പിറ്റലുകളിലാണ് പ്രസവിക്കുന്നത് അല്ലേ? ഇപ്പോഴും വീടുകളിൽ പ്രസവിക്കുന്ന വിഭാഗം ഉണ്ടായിരിക്കാം, എനിക്കറിയില്ല അതിനെപ്പറ്റി വ്യക്തമായിട്ട്. പക്ഷേ അതവർക്ക് ഹോസ്പിറ്റലിൽ പോകാൻ സാഹചര്യം ഇല്ലാത്തത് കൊണ്ടാണ്, അല്ലാതെ വീട്ടിൽ പ്രസവിക്കുന്നതാണ് നല്ലതെന്ന് വിചാരിച്ചിട്ടല്ല. അപ്പോൾ പുരോഗതി എല്ലാ കാര്യത്തിലും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ശിശു മരണനിരക്ക് വളരെ കുറവാണ് പണ്ടത്തേതിനേക്കാളും. കാരണം പണ്ട് കാലത്ത് ഇതുപോലെ കുഞ്ഞോ അമ്മയോ മരണപ്പെട്ടിരുന്നത് പണ്ടൊക്കെ ആൾക്കാർ പറയും അത് ദൈവം വിളിച്ചു, അവർക്ക് സമയമായി എന്നൊക്കെ പറയും. പക്ഷെ അല്ല, വേണ്ട ചികിത്സ വേണ്ട സമയത്ത് കിട്ടാത്തത് കൊണ്ടാണ് ഈ മരണങ്ങളും അല്ലെങ്കിൽ അതിനെ തുടർന്നുള്ള അസുഖങ്ങളും ഒക്കെ ഉണ്ടായിട്ടുള്ളത്. ഇന്ന് പക്ഷേ നമുക്ക് ചികിത്സയുണ്ട്. ഇന്ന് കുഞ്ഞുങ്ങൾ മരിക്കുന്നില്ല അല്ലെങ്കിൽ അമ്മമാർ മരിക്കുന്നില്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ നമ്മൾ ടെക്നോളജി ഒരുപാട് വളർന്നു. ഒട്ടുമിക്ക കാര്യങ്ങളൊക്കെ ഒരുപാട് കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുന്നുണ്ട്. നമ്മുടെ ഒരു സാധാരണ ഹോസ്പിറ്റലാണെങ്കിൽ പോലും അത്യാവശ്യം സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അടുത്തൊരു കമൻറ്റ്, കുഞ്ഞിൻ്റെ കണ്ണിൽ നോക്കി കഥ പറഞ്ഞ് അമ്മിഞ്ഞു കൊടുക്കുമ്പോഴാണ് അവിടെ അമ്മ എന്ന സത്യം പൂർത്തിയാകുന്നത്. ഇതുപോലെ കോപ്രായങ്ങൾ ഇറങ്ങിയാണ് ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾക്ക് അമ്മയോടുള്ള ആത്മബന്ധം കുറഞ്ഞത്. ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾക്ക് അമ്മയോടുള്ള ആത്മബന്ധം കുറഞ്ഞെന്ന് പറയുന്നു. ഇത് ഞാനൊരു എന്താ പറയുക, തിരിച്ചങ്ങനെ പറയുന്നതല്ല. നമ്മുടെ നാട്ടിലെ ഒരുപാട് വൃദ്ധസദനങ്ങൾ ഇപ്പോൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഈ വൃദ്ധസദനങ്ങളിലുള്ള അമ്മമാരൊക്കെ ഇപ്പോഴത്തെ അമ്മമാരല്ല, പണ്ടത്തെ അമ്മമാരാണ്. അതായത് ഇപ്പോൾ പ്രായമായ സ്ത്രീകൾ, ഇവരുടെയൊക്കെ മക്കൾക്കൊന്നും ബ്രസ്റ്റ് പമ്പ് യൂസ് ചെയ്തിട്ടായിരിക്കില്ല ഇവരൊക്കെ പാല് കൊടുത്തത്. എല്ലാവരും ഡയറക്റ്റായിട്ട് മുലപ്പാൽ വലിച്ചു കുടിച്ച് തന്നെ വളർന്നതായിരിക്കും. എന്നിട്ടാണ് ഈ അമ്മമാരെയൊക്കെ കൊണ്ടുവന്ന് വൃദ്ധസദനങ്ങളിലാക്കിയിട്ടുള്ളത്. അപ്പോൾ അവിടെ മനസ്സിലായല്ലോ ആത്മബന്ധത്തിൻ്റെ കഥ എന്താണെന്നുള്ളത്. കുഞ്ഞുങ്ങളെ നല്ല എന്ന് വെച്ചാൽ കുഞ്ഞിന് മുലപ്പാൽ കൊടുക്കരുത്, ഡയറക്റ്റ് ബ്രസ്റ്റ് ഫീഡ് ചെയ്യരുതെന്നൊന്നും അല്ല കേട്ടോ ഞാൻ പറയുന്നത്. പക്ഷേ അങ്ങനെ അതല്ല അതിൻ്റെ ഒരു രീതി. ഇപ്പോൾ നമ്മൾ ബ്രസ്റ്റ് പമ്പ് ഒന്നും ഇല്ലെങ്കിലും എന്തില്ലെങ്കിലും എത്രയോ അമ്മമാർ പാലില്ലാത്തവരുണ്ടെന്നറിയാമോ? നമ്മുടെ കമൻസിൽ തന്നെ ഒരുപാട് പേര് വന്നിട്ടുണ്ട്. പാലില്ലാതെ അമ്മ പേഴ്സണലി അവർ അനുഭവിച്ച വിഷമങ്ങൾ, മറ്റുള്ളവരുടെ കുത്തുവാക്കുകൾ കേട്ട കഥകളൊക്കെ നമുക്ക് കമൻ്റായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു വീഡിയോ, നമ്മുടെ ഈ ഒരു വീഡിയോൻ്റെ നെഗറ്റീവ് കമൻസ് വായിച്ചിട്ട് ഇൻസ്റ്റഗ്രാമിൽ നമുക്ക് DM ആയിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ട് മെസ്സേജ് അയച്ച ഒരുപാട് അമ്മമാരുണ്ട്. കാരണം ഇങ്ങനൊരു പമ്പ് ഉണ്ടായിരുന്നെങ്കിൽ അവർക്കത് ഒരുപാട് ഹെൽപ്ഫുൾ ആയേനെ. അവരനുഭവിച്ച കുറേ വിഷമങ്ങൾ, അതുപോലെ ഇരട്ട കുട്ടികൾ, 3 കുട്ടികളൊക്കെ ഒരുമിച്ച് ഉണ്ടാകുന്നവരൊക്കെ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തെങ്കിലും ഒരു വീഡിയോ കാണുമ്പോഴത്തേനും അതിൻ്റെ കുറ്റം മാത്രം കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ ആ വീഡിയോയിലൂടെ നമ്മൾ പോലും ഉദ്ദേശിക്കാത്ത രീതിയിലുള്ള തെറ്റായ സന്ദേശം പ്രചരിപ്പിക്കുക. ഇത് പാൽ കൊടുക്കുന്ന ഫീൽ അതൊരു വല്ലാത്ത ഫീലാണ്. അതും ഇങ്ങനെ മാറ്റിയെടുത്തോ? കഷ്ടം മനുഷ്യരുടെ കാര്യം. അടുത്തത്, ഈ സമയത്തെ വേദന ഒരു സുഖം തന്നെയാണ്. വേദന എന്ന് പറയുന്ന സാധനം എങ്ങനെയാണ് സുഖമാവുന്നത് എനിക്ക് സത്യം പറഞ്ഞറിഞ്ഞൂടാ. ഇവിടെ കുറേ പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ട് വേദന എടുത്തു പക്ഷേ അത് ഭയങ്കര സുഖമായിരുന്നെന്ന്. എനിക്ക് നിപ്പിൾ ക്രാക്ക് ഉണ്ടായിട്ടുള്ള ഒരാളാണ്. നിപ്പിൾ ക്രാക്ക് എന്ന് പറയുമ്പോൾ പലർക്കും പല രീതിയിലാണല്ലേ. ഓരോ കുഞ്ഞുങ്ങളും വ്യത്യസ്തരാണെന്ന് പറയുന്നത് പോലെയാണ് ഓരോ വ്യക്തികളും വ്യത്യസ്തരാണ്. ഇപ്പോൾ ഒരു നിപ്പിൾ ക്രാക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ നിപ്പിൾ പൊട്ടാന്ന് മാത്രമല്ല, ചിലർക്കത് പൊട്ടിപ്പഴുക്കും, ചിലർക്കത് വിണ്ട് കീറും. പലർക്കും പല രീതിയിലാണ്. കുഞ്ഞുങ്ങൾ അത് ജസ്റ്റ് നമ്മുടെ കൈ മുട്ടിയാൽ പോലും നമുക്ക് സഹിക്കാൻ പറ്റാത്ത വേദന വരുന്ന സിറ്റുവേഷൻസ് ഉണ്ട്. ഇപ്പം എൻ്റെ കേസിൽ എനിക്ക് ചെറിയ പഴുപ്പാണ് ഉണ്ടായിരുന്നത്. ഇപ്പോഴല്ല കേട്ടോ ഞാൻ പറഞ്ഞത്, എനിക്ക് മോളായിരുന്ന സമയത്തെ കാര്യമാണത്. എന്നുവെച്ചാൽ അവൾ പാല് കുടിക്കുന്ന സമയത്ത് അവൾ പല്ല് വന്നതിന് ശേഷം അവൾ ഉറങ്ങിപ്പോവും. പാല് കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉറങ്ങിപ്പോകുമ്പോൾ എന്ന് വെച്ചാൽ പല്ല് നിപ്പിളിൽ മുറുകും. കുഞ്ഞറിയുന്നില്ല അവൾ കടിക്കുകയാണെന്നുള്ളത്. അപ്പോൾ നമുക്ക് ഒട്ടും വിടിയിക്കാൻ പറ്റില്ല ഈ പല്ല്. കാരണം ഇവർ ഭയങ്കര ഉറക്കത്തിലല്ല. പല്ലെല്ലാം വന്നു കഴിഞ്ഞതിന് ശേഷമുള്ള കാര്യമാണത്. നമ്മൾ ആ പല്ല് വിടിയിക്കുമ്പോഴത്തേക്കും അവിടെ മുറിഞ്ഞിട്ടുണ്ടാവും. ഇവിടെ തന്നെയാണ് വീണ്ടും വീണ്ടും കുഞ്ഞ് പാല് കുടിക്കാൻ വേണ്ടി വലിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്ന് വെച്ചാൽ ആ വിള്ളൽ കൂടി
ചില സിറ്റുവേഷൻ ഇപ്പം നമ്മൾ വേർക്കൊക്കെ ചെയ്യുമല്ലോ, അതുകൊണ്ടായിരിക്കും അവിടെ പഴുപ്പാകുന്നത്. അത് ഫേസ് ചെയ്ത് ഒരുപാട് പേരുണ്ടാവും. എനിക്ക് തോന്നുന്നു അത്രയും വേദന ഇപ്പം ഞാൻ അനുഭവിച്ചിട്ട് പോലെ വേദന അനുഭവിച്ചിട്ടുള്ളവരാണെങ്കിൽ ഈ രീതിയിൽ കമൻറ്റ് ചെയ്യില്ല. ഗതി കെട്ടാൽ മാത്രം ഇങ്ങനെ ചെയ്യുക, ഗതി കെട്ടാൽ മാത്രം. അതായത് കമൻറ്റിന് ഷോ കാണിക്കുന്ന പോലത്തെ ഒരു കമൻറ്റ് ഉണ്ട്. ഇതിന് ഓൾറെഡി നമ്മൾ റിപ്ലൈ കൊടുത്തിട്ടുണ്ട്, അങ്ങനെ ജസ്റ്റ് വായിച്ചെന്നുള്ളൂ. അപ്പോൾ ഈ വിഷജനം എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബാക്കി പറഞ്ഞോട്ടെ. അടുത്തത്, ഇങ്ങനെ എപ്പോഴും പാല് കൊടുത്തിട്ട് കാര്യമില്ല. കുഞ്ഞും അമ്മയുമായിട്ട് നല്ലൊരു ബോണ്ട് കിട്ടാൻ കുഞ്ഞിനെ മാറോട് ചേർത്ത് പാല് കൊടുക്കണം. അതൊരു വല്ലാത്ത ഫീൽ തന്നെയാണ്. എല്ലാവരും മാറോട് ചേർത്തിട്ട് തന്നെയാണ് കുഞ്ഞിന് പാല് കൊടുക്കുന്നത്, അല്ലാതെ 1 കിലോമീറ്റർ അകത്തി പിടിച്ചിട്ടൊന്നും ആരും പാല് കൊടുക്കുന്നില്ല. പിന്നെ എപ്പോഴും പാല് കൊടുത്തിട്ട് കാര്യമില്ല എന്നുള്ള കമൻറ്റ് 2-3 പ്രാവശ്യമായി കാണിക്കുന്നുണ്ട്. പലരും പറയുന്നൊരു കാര്യമാണ് 2 മണിക്കൂർ കൂടുമ്പോൾ പാല് കൊടുക്കണം, അരമണിക്കൂറോളം പാല് കുടിപ്പിക്കണം, വീണ്ടും 2 മണിക്കൂർ അങ്ങനെ പറയുന്നുണ്ട്. അത് കറക്റ്റായിട്ടുള്ള മെത്തേഡ് തന്നെയാണ്. പക്ഷേ ഇപ്പോൾ ജനിച്ച കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം, എനിക്ക് എല്ലാ കുട്ടികളുടെയും കേസ് അറിയില്ല, എൻ്റെ 2 മക്കളും അരമണിക്കൂർ തുടർച്ചയായിട്ട് പാല് കുടിക്കാറില്ല. അതായത് ഒരിത്തിരി സമയം, എനിക്ക് തോന്നുന്നു 5, 6, 7 മിനിറ്റ് അത്രയും സമയം പാല് കുടിച്ച് കഴിഞ്ഞിട്ട് അവർ നിപ്പിളിൽ നിന്ന് വിട്ടു പോകും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ പിന്നെ നമുക്ക് 2 മണിക്കൂർ വരെ വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം അതിന് മുന്നേ തന്നെ കുഞ്ഞിന് വിശക്കും. 2-3 പ്രാവശ്യം മൂത്രം ഒഴിച്ച് പോയി കഴിഞ്ഞാൽ എന്തായാലും വിശക്കും. അപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞിട്ട് ഇനി കൊടുക്കാമെന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോഴത്തേക്കും കുഞ്ഞ് കരച്ചിലാകും. അപ്പോൾ ഞാൻ അത്ര സമയം വെയിറ്റ് ചെയ്യാറില്ല. മോൾക്കും അങ്ങനെ തന്നെയാണ് ചെയ്തിരുന്നത്. ചിലപ്പോൾ എനിക്ക് മോളായിരുന്ന സമയത്ത് എനിക്ക് പാല് കുറവായിരുന്നു. ആദ്യത്തെ കുറച്ചാഴ്ചകളോളം പാല് കുറവായിരുന്നു. ടാബ്ലറ്റ് കഴിച്ചതിന് ശേഷമാണ് പാലായത്. പക്ഷെ പാലായതിനു ശേഷവും ഈ പറഞ്ഞ പോലെ കുറച്ച് സമയം പാല് കുടിക്കും, അതിനുശേഷം അവൾക്ക് വിശക്കും എന്ന് നമുക്ക് മനസ്സിലാവില്ല അമ്മമാർക്ക് പാല് കുറവാണെന്നുള്ളത്. അപ്പോൾ വീണ്ടും ഫീഡ് ചെയ്യിപ്പിക്കും. കാരണം ഓരോ കുഞ്ഞുങ്ങളും വ്യത്യസ്തരാണ്, ഓരോ വ്യക്തികളും വ്യത്യസ്തരായതുകൊണ്ട് ഈ പറഞ്ഞ പോലെ പാലിൻ്റെ നമ്മുടെ അളവിലും ഒക്കെ വ്യത്യാസം ഉണ്ടാകും. അതുപോലെ പിന്നീട് ഒരു മാസമൊക്കെ കഴിഞ്ഞതിന് ശേഷം പാലിൻ്റെ അളവ് കൂടാൻ തുടങ്ങി. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ കുഞ്ഞിനെ ഫീഡ് ചെയ്തതിന് ശേഷമാണെങ്കിലും ഇപ്പോൾ നമ്മൾ കുളിക്കാനൊക്കെ പോകുമ്പോൾ എന്ന് വെച്ചാൽ പ്രസവം കഴിഞ്ഞ സമയത്ത് നമ്മൾ കുളിക്കാനൊക്കെ ടൈം കൂടുതൽ എടുക്കുമല്ലോ, എണ്ണ തേച്ച് ഇരുന്നിട്ടൊക്കെയല്ലേ നമ്മൾ കുളിക്കുകയുള്ളൂ. അപ്പോഴത്തേക്കും പാല് നിറഞ്ഞ് ഒഴുകി പോവാറുണ്ട്. നമുക്ക് പാല് കെട്ടി നിന്നിട്ട് ഭയങ്കര ഇതാവാറുണ്ട്, വേദന എടുത്തിട്ട്. അതൊക്കെ അനുഭവിച്ചവർക്ക് അറിയാൻ പറ്റും. അപ്പോൾ ആ സമയത്ത് കൈ കൊണ്ട് പിഴിഞ്ഞാണ് പാല് കളയുന്നത്. ഈ കൈ കൊണ്ട് പിഴിയാന്ന് വെച്ചാൽ അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല, നല്ല പെയിൻഫുള്ളാണ്. ആ സമയത്തൊന്നും എനിക്കറിയില്ലായിരുന്നു ഇങ്ങനെ ഒരു ബ്രസ്റ്റ് പമ്പ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടെന്നൊന്നും. ഇപ്പോൾ ഒരു ഇലക്ട്രിക്കൊക്കെ വാങ്ങാൻ പറ്റിയില്ലെങ്കിൽ പോലും നമുക്ക് സാധാരണ പമ്പുകളൊക്കെ അന്നും ഉണ്ട്. ഹോസ്പിറ്റൽസിലൊക്കെ ചോദിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ മനസ്സിലായേനെ. പക്ഷെ നമുക്ക് അറിവില്ലാത്തതുകൊണ്ട് നമ്മളതൊന്നും യൂസ് ചെയ്തില്ല. നമ്മൾ ആ വേദന മുഴുവൻ സഹിച്ചിട്ടുണ്ട്. അതുപോലെ ചൂട് പിടിച്ചും കൈ കൊണ്ട് ഇങ്ങനെ ഉടച്ചും ഒക്കെയാണ് പാലൊക്കെ പിഴിഞ്ഞ് കുറേ പാല് പിഴിഞ്ഞ് കളഞ്ഞിട്ടുണ്ട്. പക്ഷെ അതുപോലെ തന്നെ ആ സമയത്ത് തന്നെ നൈറ്റ് ടൈമിലായിരുന്നു മോള് കൂടുതലായിട്ടും ഇങ്ങനെ പാല് കുടിച്ചാണ് ഉറങ്ങിയിരുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നു ആ പിഴിഞ്ഞ് കളഞ്ഞ പാല് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റിയിരുന്നെങ്കിൽ വേണമെങ്കിൽ എനിക്ക് നൈറ്റ് അവൾക്ക് അത് കൊടുക്കാൻ പറ്റിയേനെ. പക്ഷെ അന്നൊന്നും ഇങ്ങനെയൊന്നും ഉണ്ടായിട്ടുണ്ടാവും, എനിക്ക് അറിവില്ലായിരുന്നു. അതെ, ഇന്നിപ്പോൾ നമുക്ക് ഇങ്ങനൊരു ഉപകരണം നമുക്ക് മനസ്സിലായി. ഇതേ ഉപകരണം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഇതിനെയാണ് നിങ്ങളെല്ലാവരും കുറ്റം പറഞ്ഞത്. അപ്പോൾ എല്ലാവരും കുറച്ച് പേര് അല്ല ഇപ്പൊ പറഞ്ഞ കാര്യങ്ങൾ പക്ഷെ ഇപ്പൊ പറഞ്ഞ ആൾക്ക് മനസ്സിലാവുമെന്ന് തോന്നുന്നില്ല. കാരണം അതൊരു ആണിന്റെ കമന്റ് ആണ്. പേര് നമുക്ക് പേര് പലപ്പോഴും വരുന്നത് ആണുങ്ങളുടെ പേര്. ഇതിൽ പേര് ഞാൻ പറയുന്നത് ഒരു ആണിന്റെ പേരാണ്. പക്ഷെ ചില ഇപ്പൊ വേറെ ഫോണിൽ നിന്നൊക്കെ കയറി കമന്റ് ഇടുന്ന ആൾക്കാരുണ്ടാവുമല്ലോ. ഇപ്പൊ വീട്ടില് യൂട്യൂബ് ഒരു ഫോണിൽ മാത്രമുള്ളവരൊക്കെ ഉണ്ടാവും, അറിയില്ല. ഇപ്പൊ പറഞ്ഞ ശരിക്കും പറഞ്ഞാൽ അത് അനുഭവിച്ചവർക്ക് അല്ലെങ്കിൽ ഒരു അമ്മക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ. അടുത്തത് ഒരു ചേച്ചി കമന്റ് ചെയ്തിട്ടുള്ളത്, എന്തൊക്കെയായാലും ഒരമ്മയുടെ മാറിൽ നിന്ന് കിട്ടുന്ന മുലപ്പാലിൻ്റെ അത്രയും വരില്ല യന്ത്രത്തിൽ നിന്ന് വരുന്ന മുലപ്പാലിന്. ആക്ച്വലി മുലപ്പാൽ യന്ത്രത്തിനോട് പറഞ്ഞിട്ട് യന്ത്രത്തിൽ നിന്ന് വരുന്ന മുലപ്പാലല്ല ഇത്. നമ്മുടെ ബ്രസ്റ്റിൽ നിന്ന് നമ്മൾ പമ്പ് ചെയ്തെടുക്കുന്ന മുലപ്പാലാണ്. ഡയറക്റ്റ് ഫീഡ് ചെയ്യുന്നില്ലെന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരുപാട് നെഗറ്റീവ് കമൻറ്റ്സ് ഉണ്ട്. ഞാൻ എനിക്ക് തന്നെ വായിച്ചിട്ട് നെഗറ്റീവ് അടിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ കൺക്ലൂഷൻ എന്താണെന്ന് വെച്ചാൽ, ആ വീഡിയോയിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത്, അതായത് കണ്ടിന്യൂസ് ബ്രസ്റ്റ് ഫീഡ് മൂലം വേദന അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഇങ്ങനൊരു ഉപകരണം യൂസ്ഫുള്ളാണ്. അതുപോലെ ജോലിക്ക് പോകുന്ന അമ്മമാർ, പഠിക്കാൻ പോകുന്ന വെച്ചാൽ വിദ്യാർത്ഥികളായിട്ടുള്ള അമ്മമാരുണ്ടാവുമല്ലോ, ഇവർക്കൊക്കെ ഇതുപോലെ നമുക്ക് മാസങ്ങളോളം കുഞ്ഞ് വളർന്ന് വലുതായി സ്വന്തം കാര്യങ്ങൾ ചെയ്യുന്നത് വരെ വീട്ടിലിരിക്കാൻ പറ്റില്ല അല്ലേ. ഇപ്പോൾ നമ്മൾ ജോലിക്ക് പോകുന്ന എന്തിനാണ്? വരുമാനത്തിന് വേണ്ടിയാണ്. അത് നമ്മുടെ കുഞ്ഞുങ്ങൾക്കും കൂടി വേണ്ടിയല്ലേ. പഠിക്കാൻ പോകുന്നതാണെങ്കിൽ എന്തിനാണ്? വിദ്യാഭ്യാസം നേടാൻ വേണ്ടിയാണ്. വിദ്യാഭ്യാസത്തിലൂടെ നമുക്ക് പിന്നീട് ജോലിക്ക് പോകാൻ പറ്റും. അല്ല, ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് കുട്ടിയായതിനു ശേഷം ഒരുപാട് കോച്ചിങ്ങിനൊക്കെ പോകുന്ന ആൾക്കാരുണ്ട്. പ്രത്യേകിച്ച് എനിക്കറിയാം PSC കോച്ചിങ്ങിനൊക്കെ ഏറ്റവും കൂടുതൽ വരുന്ന വീട്ടമ്മമാരാണ്. അവിടെ ഈ പറയുന്ന പോലെ ചെറിയ കുട്ടികളാണെങ്കിൽ അവർക്ക് കുട്ടി വലുതാവുന്നവരെ വീട്ടിലിരുന്നിട്ടുണ്ടെങ്കിൽ അവരുടെ കരിയറേ പോവും. അവരുടെ കരിയർ എന്ന് വെച്ചാൽ ഈ കുട്ടിക്കും കൂടി ഉള്ളതാണല്ല. നമ്മൾ ഈ
പാല് കൊടുക്കുക എന്നുള്ള പ്രോസസ്സ് മാത്രം നോക്കുമ്പോൾ കുട്ടി വലുതായി കഴിയുമ്പോൾ കുട്ടിയെ പഠിപ്പിക്കാനായിട്ടുള്ള പൈസ കാര്യങ്ങൾ സ്കൂൾ ഒരുപാട് കാര്യം ഇന്നത്തെ കാലത്ത് വേണം. അപ്പോൾ അതിനെല്ലാം ജോലി എന്ന് പറഞ്ഞാൽ അത്യാവശ്യമാണ്. ചിലപ്പോൾ ഒരു ഹസ്ബൻഡ് മാത്രം ജോലിയും കൊണ്ടൊന്നും ജീവിച്ചു പോകാൻ പറ്റില്ല, അല്ലെങ്കിൽ ആ അത്ര ശമ്പളമുള്ളൊരു ജോലിയെങ്കിലും ആയിരിക്കണം. അപ്പോൾ 2 പേർക്കൊക്കെ ജോലി ഉണ്ടെങ്കിൽ ഇന്നത്തെ കാലത്ത് ജീവിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനത്തെയൊക്കെ സാഹചര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാർക്ക് ഇങ്ങനത്തെ ഒരു ഉപകരണം എന്നൊക്കെ പറയുമ്പോൾ ഇപ്പോൾ ഇതിൻ്റെ പേരോ കാര്യങ്ങളോ ഡീറ്റെയിൽസോ പറയാനുള്ളൊരു പ്രൊമോഷൻ വീഡിയോ ഒന്നും അല്ല, പേര് പോലും പറയുന്നില്ല. ഏത് കമ്പനിയോടെ നിങ്ങൾക്ക് വാങ്ങാം, ഒരുപാടുണ്ട്. ആമസോണിൽ, ഫ്ലിപ്കാർട്ടിൽ എല്ലായിടത്തും ഉണ്ട്. സെർച്ച് ചെയ്യുക, ഇഷ്ടമുള്ള വാങ്ങാം, അല്ലെങ്കിൽ ഡോക്ടറോട് ചോദിക്കുക, ഡോക്ടർ പറഞ്ഞു കമ്പനി അവിടെ നിന്ന് വാങ്ങാം. പക്ഷേ ഇത് ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ഇത് ഭയങ്കര ഉപകാരം ഒരുക്കുള്ളൂ. ഇതൊന്നും അറിയാതെ വീട്ടിലിരിക്കുന്ന ആൾക്കാരാണ് എനിക്ക് തോന്നുന്നു കുറേയധികം ഇങ്ങനത്തെ കുറ്റങ്ങൾ, ഈ ദൈവശാപം, ഈ സാധനങ്ങളൊക്കെ പറഞ്ഞ് വരുത്തുന്നത് ഇതിൻ്റെ അകത്ത്. അതുപോലെ ആ വീഡിയോയിൽ, നമ്മൾ ചെയ്ത ഷോർട്ട് വീഡിയോയിൽ ഒരിക്കലും നമ്മൾ കുഞ്ഞിന് നിങ്ങൾ ബ്രസ്റ്റ് ഫീഡ് ചെയ്യരുത്, ഈ പമ്പിലൂടെ മാത്രം കൊടുക്കാൻ പാടുള്ളൂ എന്നുള്ളൊരു മെസ്സേജ് ഒന്നും അതിലില്ല. ആ വീഡിയോ കണ്ടാൽ അത്യാവശ്യം കോമൺ സെൻസ് ഉള്ളവരാണെങ്കിൽ അവർക്ക് മനസ്സിലാകും എന്താണ് ഉദ്ദേശിച്ചതെന്ന്. കാരണം അതിനു വേണ്ടി നമുക്ക് പോസിറ്റീവ് കമൻറ്റ്സ് വന്നിട്ടുണ്ട്. പിന്നെ ഇത് എല്ലാവരോടും വാങ്ങാൻ പറയുന്ന സാധനമല്ല. ജോലിക്ക് പോകുന്ന അമ്മമാർ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉള്ള, ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നിപ്പിൾ ക്രാക്കിംഗ് ഒക്കെ പോലുള്ള പ്രശ്നങ്ങളുള്ള ആൾക്കാർ, അല്ലെങ്കിൽ പെയിനുള്ള ആൾക്കാർ, അവർക്കൊക്കെ മാത്രം. അത് ജോലിക്ക് പോകുന്ന അമ്മമാർക്കാണെങ്കിലും ഒരു ടൈമൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി മാത്രം, അങ്ങനെയാണ് പറഞ്ഞത്. അതെ, ഇപ്പോൾ ജോലിക്ക് പോകുന്ന അമ്മമാരാണെങ്കിൽ അവർ തിരിച്ച് വീട്ടിലെത്തുമ്പോൾ ഇതുപോലെ പാലാവുന്നതനുസരിച്ച് കുഞ്ഞിനെ ഫീഡ് ചെയ്യാം, ഡയറക്റ്റ് ഫീഡ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് എക്സ്ട്രാ പാലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നൈറ്റ് ടൈമൊക്കെ പാല് കൂടുതലായിട്ട് വരുന്നുണ്ടെങ്കിൽ അത് നമുക്കിതുപോലെ പമ്പ് ഉപയോഗിച്ച് പിഴിഞ്ഞ് കൃത്യമായിട്ട് സ്റ്റോർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അമ്മമാർ ഇതുപോലെ വീട്ടിലില്ലാത്ത സമയം കുഞ്ഞിനെ ആരാണോ നോക്കുന്നത് അവർക്ക് ആ പാല് കുഞ്ഞിന് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെയാണ് സ്റ്റോർ ചെയ്യുന്നതെന്നും അതുപോലെ തന്നെ ഇതെങ്ങനെ കുഞ്ഞിന് കൊടുക്കാമെന്നുള്ളതൊക്കെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ, നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ കുറച്ച് അധികം ദിവസം വൈകുന്നതിന് മുന്നേ തന്നെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യും. കാരണം ഒരുപാട് പേര് നമുക്ക് DM അയച്ചിട്ടുണ്ടായിരുന്നു, ചേച്ചി ഇതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട്. അല്ല, ഒരുപാട് പേര് ഇത് അയച്ചപ്പോഴും നമ്മൾ ഇത് ഉടനെ തന്നെ ചെയ്യാഞ്ഞത് വ്യക്തമായിട്ട് അന്വേഷിച്ച് ചെയ്യേണ്ട ഒരു വീഡിയോ ആണത്. കാരണം ഒരു വീഡിയോ യൂട്യൂബിൽ കിടക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ എക്കാലവും അങ്ങനെ കിടക്കണം, മിസ്റ്റേക്ക് ഒന്നും വരാണ്ട്. അതിനുവേണ്ടി ഞങ്ങൾ 2 പേര് ഞങ്ങൾക്ക് പരിചയമുള്ള ആൾക്കാരോട് മുഴുവൻ ചോദിച്ചു. കുറേയധികം നേഴ്സുമാർ നമ്മളുടെ ഈ ഷോർട്സിന് കമന്റ് ചെയ്തിട്ടുണ്ടോ ഒത്തിരി, അവരെ വിളിച്ച് വരെ നമ്മൾ ചോദിച്ചു. അതും പോരാത്തതിന് 2 ഗൈനക്കോളജി, 2 ഹോസ്പിറ്റൽ ഡോക്ടർമാരെ പോയി കണ്ടു. അവരുടെ അഭിപ്രായം, ഗൈനക്കോളജി മാത്രമല്ല പീഡിയാട്രീഷ്യൻ ഡോക്ടറും. അപ്പോൾ ആ ഡോക്ടറൊക്കെ പറഞ്ഞതും അനുസരിച്ച് ഇത്ര സമയം ഇങ്ങനെയൊക്കെ ചെയ്യാം എന്നെല്ലാം കാണിച്ചിട്ട് ഒരു വീഡിയോ, കിഡിലൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് വരും. അല്ല, അതിന് മുന്നേ തന്നെ ഇതിനൊക്കെ ഒന്ന് റിപ്ലൈ തരണം എന്ന് തോന്നിയതാണ്. പിന്നെ എനിക്ക് പിന്നെ വന്നേക്കുന്ന ഒരു ടൈപ്പ് ഓഫ് നെഗറ്റീവ് കമൻറ്റ് എന്ന് പറയുന്നത് ഇതാണ്: സപ്പോർട്ടൊക്കെ നല്ലതാണ്, പക്ഷെ ഇങ്ങനെയൊക്കെ വേണോ? എനിക്കൊക്കെ മോനും മോൾക്കും പാല് കൊടുക്കാൻ വളരെ ഇഷ്ടമായിരുന്നു. കാരണം ആ സമയം നമ്മൾ നല്ല സമാധാനത്തിലിരിക്കുന്ന സമയമാണ്. മോനെക്കുറിച്ച് ഓർക്കും, പിന്നെ സ്വീറ്റ് ഹസ്സിനെ കുറിച്ച് ഓർക്കും. സ്നേഹിച്ച് കല്യാണം കഴിച്ചവരാണെങ്കിൽ അങ്ങനെ, അതൊരു സുഖം വേറെ തന്നെയാണ്. കടിച്ച് മുറിച്ച് നൂൽബന്ധത്തിലിരിക്കുമ്പോഴും പാല് കൊടുക്കും. നൂൽബന്ധത്തിലിരിക്കുമ്പോഴും, അതായത് നിപ്പിള് കടിച്ച് മുറിച്ച് ഇനി വിടാനൊട്ടുമില്ല നിപ്പിള്, അപ്പോഴും പാല് കൊടുക്കുമെന്നാണ്. എനിക്കിത് ചിന്തിക്കാൻ പറ്റുക. കാരണം വെറുതെ ഇങ്ങനെ എഴുതി വിടാൻ ആർക്കും പറ്റും. ചോര കുടിക്കുമായിരിക്കും, എനിക്കറിയില്ല എന്താണ് ഉദ്ദേശിച്ചത്. അതുപോലെ പിന്നെ ഈ ചേച്ചിയായിരിക്കുമല്ലോ, അവർ പറഞ്ഞേക്കണ വേറൊരു കാരണം സമാധാനത്തിലിരിക്കുകയായിരിക്കും. ആ സമയം നമ്മൾ മോനെ കുറിച്ച് ഓർക്കും, സ്വീറ്റ് ഹസ്ബൻഡിനെ കുറിച്ച് ഓർക്കും, സ്നേഹിച്ച്. ഞാൻ പറയട്ടെ ചേച്ചി, ഒരു പണിയും വീട്ടിൽ ചെയ്യാനില്ലാത്തവർക്ക് പറഞ്ഞിട്ടുള്ള പരിപാടിയാണിത്. കുഞ്ഞിനെ ഇതുപോലെ മടിയിലെടുത്ത് വെച്ചിട്ട് ഇങ്ങനെ നാട്ടുകാരെയോ കൂട്ടുകാരെയോ ഒക്കെ ഓർത്തിരിക്കുക. കുഞ്ഞിന് പാല് കൊടുത്തു കഴിഞ്ഞ് വീട്ടിൽ ബാക്കി ജോലികൾ ചെയ്യാൻ കിടക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. അല്ലെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് വേറെ എവിടെയെങ്കിലും പോകാനുള്ളവരുണ്ടാകും. ബാക്കിയുള്ള, അല്ലെങ്കിൽ 2 കുട്ടികളുള്ളവരാണെങ്കിൽ ഇതിനെ പാല് കുടിച്ച് ഉറക്കിയിട്ട് വേണം അതിൻ്റെ കാര്യങ്ങൾ നോക്കാൻ. അങ്ങനെയുള്ള ഒരുപാട് ആളുകളുണ്ട്. അല്ലാണ്ട് എല്ലാവർക്കും ഇതുപോലെ കൊച്ചുണ്ടായി കഴിഞ്ഞാൽ കൊച്ചിന് പാല് കൊടുക്കുക, കൊച്ചിനെ കിടത്തി ഉറക്കുക, അല്ലെങ്കിൽ അങ്ങനെ മാത്രമല്ല ലൈഫ് എന്ന് പറയുന്നത്. ഇനി അടുത്തത്, അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ. ഇനി നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അതും കൂടെ ഒന്ന് വായിക്കാം. നമ്മൾ നെഗറ്റീവ് കമൻസ് മാത്രം വായിച്ചാൽ പോരല്ലോ, അല്ലേ? അല്ല, സപ്പോർട്ട് ചെയ്യുന്നവരെ അവരുടെ അനുഭവം ആണ് ഇതിനകത്ത് കമന്റ് ചെയ്തിരിക്കുന്നത്. എനിക്കിതൊക്കെ വായിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇങ്ങനെ ഒക്കെ ഭയങ്കരമായിട്ടുള്ള അനുഭവങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. അതുപോലെ പിന്നെ ഒരാൾ കമൻറ്റ് ചെയ്തിട്ടുണ്ട്, ഒന്നുമില്ലെങ്കിൽ ഒരു മെൻ്റൽ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു. എൻ്റെ ഹസ്ബൻഡ് ആ സമയത്ത് എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന ഫുഡ് നല്ലതല്ല, ഷർട്ട് അയൺ ചെയ്ത് ശരിയായില്ല എന്നൊക്കെ പറഞ്ഞ് എനിക്കൊരു സൗകര്യം തന്നിരുന്നില്ല. അങ്ങനെയുള്ളൊരു പടം ഓരോ ആൾക്കാരുടെ എക്സ്പീരിയൻസുകൾ ഓരോരുത്തർ ഷെയർ ചെയ്തിട്ടുണ്ട്. നമ്മളെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്ത് ഇങ്ങനെയുള്ള കമൻറ്റ് വായിക്കുമ്പോൾ ആ പേര് കട്ട് ചെയ്ത് കളയുന്നുണ്ട്. കാരണം അത് ശരിയാവില്ല. ഇതിനകത്ത് പേരുണ്ട്, ഞങ്ങൾ കാണിക്കുമ്പോൾ ഞാനത് ഇതിനകത്ത് പറഞ്ഞാണ്. അതെ. അടുത്തായിട്ട്, എൻ്റെ മോന് 3 മാസമായപ്പോൾ പല്ല് വന്നിരുന്നു. അതിനാൽ ഭയങ്കര പെയിനായിരുന്നു. നെഞ്ചിൽ നീര് വന്നിട്ട് കുഞ്ഞിനെ എടുക്കാനോ കയ്യൊന്ന് അനക്കാനോ സാധിച്ചിരുന്നില്ല.
ഒരു ദിവസം രാത്രി പെയിൻ വല്ലാതെ കൂടി രാത്രി 12 മണിക്ക് ശേഷം ഹോസ്പിറ്റലിൽ പോവേണ്ടി വന്നു. ആ സമയത്ത് ഇതൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ വളരെ ഉപകാരമാകുമായിരുന്നു. ഇതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ ചെയ്യുമോ? ഞാനൊക്കെ ഡെലിവറി കഴിഞ്ഞ് ഒരുപാട് അനുഭവിച്ചതാ. വേദന സഹിക്കാൻ പറ്റാതെ ഇഞ്ചക്ഷൻ വരെ എടുത്തു. അടുത്തത്, ചെറിയ നിപ്പിളായതിനാൽ കുടിക്കാൻ സാധിക്കാതെ കുഞ്ഞ് കടിച്ച് വലിച്ച് പൊട്ടി. ബ്ലഡും പാലും കൂടി കുടിക്കേണ്ട അവസ്ഥ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. ഒപ്പം തന്നെ പാതിരാത്രിക്ക് മെഡിക്കൽ സ്റ്റോർ ഉടമയുടെ വീട്ടിൽ പോയി ഷോപ്പ് തുറപ്പിച്ച് ആർട്ടിഫിഷ്യൽ നിപ്പിൾ വാങ്ങിച്ചു കൊണ്ടുവന്ന് വെച്ചിട്ട് കുഞ്ഞിന് പാല് കൊടുത്ത കാലമൊക്കെ ഓർക്കുമ്പോൾ ഇന്നും മനസ്സിനൊരു വേദനയാണ്. ആ കാലഘട്ടത്തിൽ ഈ സംവിധാനമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ കുഞ്ഞിൻ്റെ കൂടെ എത്ര സന്തോഷവതിയായി മാതൃത്വം ആസ്വദിക്കാമായിരുന്നു. ഇതൊക്കെ ഒരുപാട് അർത്ഥമുള്ള കമന്റുകളാണ്. അതെ അതെ. ഇനി അല്ല, അങ്ങനത്തെ സാധനമുണ്ട്. അപ്പോൾ ആർട്ടിഫിഷ്യൽ നിപ്പിൾ എന്ന് പറഞ്ഞ സാധനമുണ്ട്. ആർട്ടിഫിഷ്യൽ നിപ്പിൾ എന്ന് വെച്ചാൽ അത് അതായത് നമ്മുടെ നിപ്പിളിൻ്റെ ചുറ്റും വെക്കാൻ പറ്റുന്ന ഒരു ചെറിയ ഫീൽഡാണത്. ബ്രസ്റ്റ് പമ്പ് യൂസ് ചെയ്യുന്നവർ അത് 24 മണിക്കൂറും യൂസ് ചെയ്യുന്നുണ്ട് എന്നുണ്ടോ? നെഗറ്റീവ് പറയുന്നവർ അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ശ്രമിക്കുക. പല ആളുകൾക്കും പല അവസ്ഥകളാണ്. പാലുള്ളവർ ഫോർമുല മിൽക്കിനെ കുറ്റം പറയുന്നത് പോലെ പാൽ കുറവായ അമ്മമാർക്ക് അറിയാം അതിൻ്റെ വില. തീർച്ചയായിട്ടും അതെ. ഇപ്പോൾ ഇതിൽ തന്നെ കുറേ പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ട്, ബ്രസ്റ്റ് പമ്പ് വഴി പിഴിഞ്ഞെടുത്ത മുലപ്പാൽ കൊടുക്കുന്നതിനേക്കാളും ഭേദം ഫോർമുല കലക്കി കൊടുക്കുന്നതാണെന്ന്. ഫോർമുല കലക്കി കുടിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഒരുപാട് കുഞ്ഞുങ്ങളുണ്ട്. പാല് കുറവുള്ളവർക്ക് വേറെ നിവൃത്തിയില്ല, അതേ നിവൃത്തിയുള്ളൂ. പക്ഷേ നമുക്ക് പാലുണ്ടെങ്കിൽ ആ പാല് സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് കുഞ്ഞിന് കൊടുത്തൂടെ? അതല്ലേ ഏറ്റവും നല്ലൊരു കാര്യം. ഫോർമുല മിൽക്കിനേക്കാളും നല്ലതാണല്ലോ അത്. അതെ അതെ. എനിക്ക് തോന്നുന്നു ഒരു സമയത്തൊക്കെ ഇതുപോലെ ജോലിക്ക് പോകുന്ന അമ്മമാർ ഇതുപോലെ ഫോർമുലയാണ് വീട്ടിൽ ഏൽപ്പിച്ചിട്ട് പോകുന്നത്. ഇതേ സമയം ഇവർ ഓഫീസിൽ ഇതുപോലെ പാല് നിറഞ്ഞിട്ട് വേദന സഹിച്ചിരുന്നായിരിക്കും വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിനെല്ലാത്തിനും ഒരു സൊല്യൂഷനാണിത്. കാരണം നമുക്കിങ്ങനെ സ്റ്റോർ ചെയ്തിട്ട് മാക്സിമം സ്റ്റോർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഓഫീസിലൊക്കെ ഇരുന്ന് നമ്മൾ വേദന സഹിക്കുന്നുണ്ടെങ്കിലും കുഞ്ഞ് നമ്മുടെ പാല് തന്നെയാണല്ലോ കുടിക്കുന്നതെന്നൊരു ആശ്വാസമെങ്കിലും നമുക്കുണ്ട്. അതെ, അങ്ങനെയുള്ള ഒരുപാട് കമൻറ്റ്സ്. എൻ്റെ ഡെലിവറി ടൈമിൽ ഇതൊന്നും ഇല്ലായിരുന്നു. ഓരോ മണിക്കൂർ ഇടവിട്ട് പൊടി കലക്കി കൊടുക്കണം, അല്ലെങ്കിൽ പാല് കൊടുക്കണം. ഇപ്പോൾ അമ്മമാർക്ക് ഇതൊക്കെ ഒരു ആശ്വാസം തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് നമുക്ക് പോസിറ്റീവ് കമൻസും വന്നിട്ടുണ്ട് ആ വീഡിയോ. അപ്പോൾ അത് മനസ്സിലാകേണ്ടവർ മനസ്സിലാക്കി കാണും എന്ന് വിശ്വസിക്കുന്നു. ഇനി ആ വീഡിയോയിൽ ഇപ്പോൾ നമ്മൾക്കൊരു മിസ്റ്റേക്ക്, ഇപ്പോൾ ഞാൻ എൻ്റെ മിസ്റ്റേക്കായിട്ട് ഞാൻ പറയാം, തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളതിൽ ബോട്ടിൽ ഫീഡ് ചെയ്യുന്നതാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ അതിനെപ്പറ്റി ഒരുപാട് പേര് കമൻറ്റ് ചെയ്തു, ചേച്ചി ബ്രസ്റ്റ് പമ്പ് നല്ലതാണ്, പക്ഷേ ബോട്ടിൽ ഫീഡ് ചെയ്യരുത് കുഞ്ഞിന്, പ്രത്യേകിച്ചും ആദ്യത്തെ 1-2 മാസങ്ങളിൽ നല്ലതല്ലെന്ന്. അപ്പോൾ അതിൽ നമ്മൾ ബോട്ടിൽ ഫീഡ് എന്ന് വെച്ചാൽ ആ ഒരു ബോട്ടിൽ എനിക്ക് ആക്ച്വലി ഗിഫ്റ്റ് കിട്ടിയതാണ്. വാവയ്ക്ക് ഗിഫ്റ്റുകൾ വന്ന കൂട്ടത്തിൽ വന്നൊരു ബോട്ടിലാണത്. അപ്പോൾ നമ്മൾ വീഡിയോ എടുത്തപ്പോൾ അതിൽ ഫീഡ് ചെയ്യുന്നത് പോലെ കാണിച്ചു. പക്ഷേ പിന്നീട് ഈ കമൻസ് വരാൻ തുടങ്ങിയപ്പോൾ നമ്മൾ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിച്ചപ്പോൾ മനസ്സിലായി ബോട്ടിൽ ഫീഡ് അത്ര നല്ലതല്ല. ഫീഡ് ചെയ്യുന്നവരുണ്ട് ബോട്ടിൽ. എനിക്ക് തോന്നുന്നു പുറം രാജ്യങ്ങളിലൊക്കെ ബോട്ടിൽ ഫീഡ് തന്നെയാണ്. ചിലപ്പോൾ അതിന് പ്രത്യേകം ബോട്ടിലുകൾ ഉണ്ടായിരിക്കാം. അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ കൂടുതലും അതല്ലെങ്കിൽ ചെറിയ സ്പൂൺ അല്ലെങ്കിൽ പല്ലട എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. ഫോട്ടോ കാണിച്ചു തരാം. അപ്പോൾ പാലടൈ എന്നും പറയും, പല്ലടൈ, അങ്ങനെ പല രീതിയിലുള്ളത് പ്രൊനൗൺസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ പാറുവിന് മാത്രമല്ല, ഇപ്പോൾ ഇവന് എനിക്ക് ഡെലിവറി കഴിഞ്ഞ സമയത്ത് ആദ്യത്തെ 2 ആഴ്ച ഭയങ്കര പെയിനായിരുന്നു. പിന്നെ അവന് മഞ്ഞപ്പിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫോട്ടോതെറാപ്പിക്ക് കൊണ്ടുപോകുന്ന സമയത്ത് ഇതുപോലെ നമ്മൾ ഡെലിവറി കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ വെച്ച് ഇടയ്ക്കിടയ്ക്ക് ഫീഡ് ചെയ്യിപ്പിക്കാൻ വേണ്ടി അവർ കൊണ്ടുവരുമായിരുന്നു. പക്ഷേ അതിനുശേഷം ഡിസ്ചാർജായി വീണ്ടും ഇവന് മഞ്ഞപ്പ് നല്ലപോലെ കൂടി. അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഇതുപോലെ ഫോട്ടോതെറാപ്പി ചെയ്യണമായിരുന്നു. അപ്പോൾ ഇങ്ങനെ തെറാപ്പി ചെയ്യുന്ന സ്ഥലവും ഞാൻ അഡ്മിറ്റായ റൂമും തമ്മിൽ നല്ല ഡിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ കുഞ്ഞിനെ കൊണ്ടുവരാനും ബുദ്ധിമുട്ടാണ്. അപ്പോൾ അവർ എൻ്റെ അടുത്ത് പറഞ്ഞത്, ചേച്ചി പാല് പിഴിഞ്ഞിട്ട് തന്നോ, ഞങ്ങൾ കൊടുത്തോളാം എന്നാണ്. അപ്പോൾ ആ സമയത്ത് ഇപ്പം ഞാനും ചിലപ്പോൾ ഞാൻ തന്നെ നടന്ന് ചെല്ലും, റൂമിൻ്റെ അടുത്ത് ചെന്നിട്ട് അവനെ ഫീഡ് ചെയ്യിപ്പിക്കാറുണ്ട്. അപ്പോൾ അവർ ആ പിഴിഞ്ഞ് വെച്ച് പാല് കളയേണ്ട അത് തന്നെ കൊടുക്കാൻ പറഞ്ഞിട്ട് ഫില്ലർ യൂസ് ചെയ്തിട്ട്, അതായത് നമ്മൾ മെഡിസിനൽ ഫില്ലറല്ലേ, അത് കുഞ്ഞിനെ കൊണ്ട് സക്ക് ചെയ്യിപ്പിക്കില്ല, ഡ്രോപ്പായിട്ട് നമ്മൾ മെഡിസിൻ കൊടുക്കുന്ന പോലെ കുഞ്ഞിന് ഒഴിച്ചു കൊടുക്കും. അതല്ലെങ്കിൽ നമുക്ക് ചെറിയ സ്പൂൺ യൂസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഇപ്പോൾ പറഞ്ഞ ഈ സംഭവം പല്ലട എന്ന് പറഞ്ഞ സംഭവം യൂസ് ചെയ്യാൻ പറ്റും. പല്ലടയും പാലടയും അങ്ങനെ എന്തുവാണ് അതിൻ്റെ പേര്, ഒരു ചെറിയ വാല് പോലെ, വാൽക്കിണ്ടി പോലെ. അതല്ലാതെ ഹോസ്പിറ്റലിൽ സിറിഞ്ച് യൂസ് ചെയ്തിട്ടും കുഞ്ഞിന് ഇതുപോലെ കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പാല്. അപ്പോൾ എനിക്കും ഈ സമയത്ത് ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയ സമയത്തും ഈ പാല് കൈകൊണ്ട് പിഴിഞ്ഞ് കുഞ്ഞിന് ഈ ഫോട്ടോതെറാപ്പി റൂമിലേക്ക് കൊടുത്തെടുക്കാന്ന് വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഭയങ്കര പെയിൻഫുള്ളാണത്. അപ്പോൾ ആ സമയത്തൊക്കെ പമ്പ് ഉണ്ടായിരുന്നെങ്കിൽ അത് യൂസ് ചെയ്യാമായിരുന്നു. അപ്പോൾ ഈ ബോട്ടിൽ യൂസിനെ പറ്റിയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ബോട്ടിൽ യൂസ് ശരിയാണ്, അത് അത്ര നല്ലതല്ല. അപ്പോൾ ഈ പമ്പ് ഉപയോഗിച്ച് ഇതുപോലെ വെക്കുന്നവരാണെങ്കിലും സ്റ്റോർ ഇതൊക്കെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ ബോട്ടിൽ ഫീഡ് മാക്സിമം ഒഴിവാക്കാം. ഇതുപോലെ ഉള്ള എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഉപകരണങ്ങൾ യൂസ് ചെയ്തിട്ട് കുഞ്ഞിന് കൊടുക്കാം. അല്ല, ഞാൻ ഇതിനെക്കുറിച്ച് പീഡിയാട്രീഷ്യൻ ഡോക്ടറോട് ചോദിച്ചിരുന്നു. ഡോക്ടർ പറഞ്ഞത് ബോട്ടിൽ ഫീഡ് ചെയ്യുമ്പോൾ കഫക്കെട്ട് ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടെന്ന്. കാരണം ബോട്ടിലിൻ്റെ
അവിടെ നിന്ന് വരുന്ന അളവ് വ്യത്യാസമുണ്ട്. അത് വളരെ സിമ്പിളാണ് കുട്ടിയെ സംബന്ധിച്ച്. അപ്പോൾ കുട്ടി വളരെ സിമ്പിളായിട്ട് ബോട്ടിലിൻ്റെ ആ സാധനം സക്ക് ചെയ്തെടുക്കുമ്പോൾ കുട്ടിക്ക് പിന്നീട് ഇത് നമ്മുടെ പ്രോസസ്സിലോട്ട് വരുമ്പോൾ ഇത്തിരി ടഫായിട്ട് തോന്നും. കുട്ടി പണിയെടുക്കാത്ത അവസ്ഥ വരുമെന്ന് ഡോക്ടർ പറഞ്ഞു. പണിയെടുക്കാത്ത വെച്ചാൽ കുട്ടിക്ക് മറ്റേത് പാടാണല്ലോ, മറ്റേതായിരുന്നപ്പോൾ സിമ്പിളായിട്ട് കിട്ടുമായിരുന്നെന്ന് തോന്നും. അമ്മയുടെ മാറിടത്തിൽ നിന്ന് തന്നെ കുട്ടി സക്ക് ചെയ്ത് പാലെടുക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ കുട്ടിയുടെ ബോഡിയും ബ്രെയിനും ഒക്കെ അതിനനുസരിച്ച് വർക്ക് ചെയ്യേണ്ടതെന്നാണ് പറഞ്ഞത്. ഈ ഭാഗമൊക്കെ വർക്ക് ചെയ്യും. ജോസ് എന്നാണ് അവർ പറയുന്നുണ്ട്. ഇത് ഡോക്ടർ പറഞ്ഞിരുന്ന കാര്യമാണ്. അത് എൻ്റെ അറിവോ ഞാൻ ഗൂഗിളിൽ നിന്ന് നോക്കിയ സാധനമൊന്നുമല്ല. പീഡിയാട്രിക് ഡോക്ടർ, ബെസ്റ്റ് ഡോക്ടർ പറഞ്ഞതെന്നാണ് ഈ അറിവ്. ബോട്ടിലാകുമ്പോൾ അങ്ങനെയല്ല, സിമ്പിളാണെന്ന്. അതിങ്ങനെ ഇങ്ങനെ കാണിക്കുമ്പോൾ തന്നെ ഒരു കുന്ന് പാല് പോരും. അപ്പോൾ എളുപ്പപ്പണിയായി പോകും. അപ്പോൾ അതാണ്. പിന്നെ ഞാൻ ഈ വീഡിയോയിൽ വന്നിരുന്നതിൻ്റെ കാരണം ശരിക്കും ഇവളാണ് ഇതിനെക്കുറിച്ച് പറഞ്ഞ് തരേണ്ടത്, എന്നെ അറിവ് വെക്കാനുള്ളത്. പക്ഷെ ഞാൻ വന്നിരുന്നതിൻ്റെ കാര്യം ഈ വീഡിയോ ലേഡീസ് മാത്രം കണ്ടാൽ പോരാ ശരിക്കും, അല്ലേ? ഇത് ഹസ്ബൻഡ്സ് കാണേണ്ടതാണ്. അവരുടെ ഭർത്താക്കന്മാരും അവരുടെ അച്ഛനും അമ്മയൊക്കെ കാണേണ്ടതാണ് ഈ വീഡിയോ. നമുക്കറിയാൻ പറ്റും അച്ഛനെ കാണേണ്ട. എന്നാലേ ഈ പ്രശ്നങ്ങൾ ഇപ്പം ഈ പറഞ്ഞ കാര്യങ്ങൾ, കാരണം എന്നെ സംബന്ധിച്ചും ഇവളുടെ കാര്യങ്ങൾ എനിക്കറിയാം. അത് കൂടാണ്ട് ഇതിനകത്ത് വന്ന കമൻ്റൊക്കെ വായിച്ചപ്പോൾ എന്നെ സംബന്ധിച്ച് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന എനിക്ക് തന്നെ തോന്നിപ്പോയെന്ന് ഒറിജിനലാണ്. പക്ഷെ വായിച്ചപ്പോഴാണ് മനസ്സിലായത് ഇങ്ങനെയുള്ള കുറേ സാധനങ്ങൾ ഉണ്ടെന്നും പ്രശ്നങ്ങളുണ്ടെന്നും ആ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള സാധനങ്ങൾ അവൈലബിൾ ആണെന്നും. അതാണ്. പക്ഷേ ഈ അവൈലബിലിറ്റിയാണ് പലർക്കും അറിയാൻ പാടില്ലാത്തത്. പലരും ഇത് സഹിച്ചും ഇതൊക്കെ നടക്കും. അതൊക്കെ ചിലപ്പോൾ അവരുടെ അമ്മമാരോടൊക്കെ ചോദിക്കുമ്പോൾ അവർ പറയും അതൊക്കെ അങ്ങനെയാണ്, പണ്ട് കാലത്ത് അതൊക്കെ അങ്ങനെ കെട്ടി വെച്ചിരുന്ന അങ്ങനെ വെച്ചിരുന്നൊക്കെ പറയും. പക്ഷേ ഇന്ന് അതിനുള്ള സാധനങ്ങളുണ്ട്. നിങ്ങൾ ആശുപത്രിയിൽ പോയി പ്രസവിച്ചാണെങ്കിൽ ഇങ്ങനെയുള്ള സാധനങ്ങൾ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. ഈ ബ്രസ്റ്റ് പമ്പ് മാത്രമല്ല ഞാൻ പറഞ്ഞത്, മറ്റു പല സാധനങ്ങൾ. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നിപ്പിൾ ക്രാക്ക് അല്ല, നിപ്പിൾ ഷീൽഡ്. അതുപോലെ നമുക്ക് ഇതിൽ വേറെ ഒരു വിഭാഗം കമൻറ്റ് വന്നിട്ടുള്ളതാണ്. എൻ്റെ ഹസ്ബൻഡ് ഒട്ടും, അതായത് പല ഹസ്ബൻഡുമാരും ഇത് മൈൻഡ് ചെയ്യുന്നില്ല എന്നുള്ളത്. ആക്ച്വലി എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, സ്ത്രീകൾക്ക് പ്രത്യേകിച്ചും. കാരണം ഇപ്പം നമുക്ക് ഓൾറെഡി നമ്മൾ പ്രഗ്നൻ്റ് ആകുമ്പോൾ മുതൽ പല പ്രശ്നങ്ങളും ഉണ്ടാകും. പലർക്കും പലതരം പ്രശ്നങ്ങളായിരിക്കും, അല്ലേ? ഓരോരുത്തർക്കും അറിയാൻ പറ്റുള്ളൂ അതിൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്ന്. ഇപ്പോൾ ചില ആൾക്കാർക്ക് അവരുടെ മക്കളുടെ വിഷമങ്ങൾ മനസ്സിലാകും. പക്ഷേ പുറത്തുള്ള ഒരാളാണ് ഇത് പറയുന്നതെങ്കിൽ അവരത് അഭിനയമാണ്, അല്ലെങ്കിൽ ഞങ്ങൾ പ്രസവിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുന്നവരുണ്ട്. ഞാൻ കേട്ടിട്ടുണ്ട് ഇതൊക്കെ, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ. അതുപോലെ ഡെലിവറി കഴിഞ്ഞിട്ടുള്ള വേദനകളാണെങ്കിലും പലർക്കും വ്യത്യസ്തമാണ്. ചിലർക്ക് പെട്ടെന്ന് മാറും, കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ എല്ലാം ഹീലാവും. ചിലർക്ക് ടൈം എടുക്കും. അത് കഴിഞ്ഞ് ഫീഡിങ്ങിൻ്റെ സമയത്താണെങ്കിലും ഒക്കെ ഫീഡ് ചെയ്യുമ്പോൾ നമുക്ക് ഈ പറഞ്ഞിട്ട് നിപ്പിൾ ക്രാക്ക് മാത്രമല്ല, നമുക്ക് ബാക്ക് പെയിൻ ഉണ്ടാകും, നമ്മുടെ സ്റ്റിച്ച് പെയിൻ ഉണ്ടാകും, കാലുവേദന ഉണ്ടാകും. ഇതൊക്കെ പണ്ടുള്ളവർക്കും ഉണ്ടായിരുന്നു, ഇപ്പോഴുള്ളവർക്കും ഉണ്ട്. വ്യത്യാസങ്ങളുണ്ട് അത് തമ്മിൽ. അപ്പോൾ ഒരു പെൺകുട്ടിനെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ ഏറ്റവും കൂടുതൽ നമുക്കിത് എല്ലാവരുടെ അടുത്തും പറയാൻ പറ്റില്ല, അല്ലേ? ഇപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ഇപ്പോൾ നമ്മുടെ അച്ഛനോടും അമ്മനോടും ഒക്കെ എനിക്കിങ്ങനെ അങ്ങനെ നമ്മൾ ചിലപ്പോൾ പറയില്ല. ഇത് എല്ലാ പെൺകുട്ടികളും ഇത് പറയാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നവരുടെ ഭർത്താക്കന്മാരോടായിരിക്കും. എനിക്കിങ്ങനെ ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ ആ സമയത്ത് അതിനൊരു സൊല്യൂഷൻ ചെയ്ത് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും ഒന്ന് ആശ്വസിപ്പിക്കുക എന്നുള്ളത് നമുക്ക് വായം കൊണ്ട് ചെയ്യാൻ പറ്റുന്നൊരു ചെറിയ കാര്യമാണ്. പോട്ടെ, സാരമില്ല എന്നുള്ളൊരു വാക്ക് പറയുമ്പോഴത്തേ നമുക്ക് പകുതി റിലീഫാണ്. കാരണം എൻ്റെ കൂടെ ഉണ്ടല്ലോ എന്നുള്ളൊരു തോന്നലുണ്ട്. അതാണ് അത് നമ്മുടെ ഇത് മാത്രമല്ല കേട്ടോ, നമ്മുടെ ലൈഫിൽ എന്തൊരു പ്രശ്നം വരുമ്പോഴും നമുക്ക് അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തി കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും ഞാൻ എൻ്റെ കൂടെ ഉണ്ടെന്നുള്ളൊരു വാക്കുണ്ട്. ഇതിലൊരുപാട് പേര്, അത് നമുക്ക് പേര് പറയാൻ പറ്റില്ല, കുറേ പേര് അങ്ങനത്തെ കമൻറ്റ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഒരു മെൻ്റൽ സപ്പോർട്ട് പോലും എനിക്ക് കിട്ടിയിട്ടില്ല ചേച്ചി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതുകൊണ്ട് കൂടിയാണ് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചിരിക്കാമെന്ന് വിചാരിച്ചത്. കാരണം നമുക്ക് ഏറ്റവും കൂടുതൽ ഷെയർ ചെയ്യാൻ പറ്റുന്നത് ഇവരോടാണ്, ഹസ്ബൻഡ്സിനോട്. അപ്പോൾ അവരുടെ സപ്പോർട്ട് എല്ലാ കാര്യത്തിനും വേണം. ഇപ്പോൾ ഇതിൽ കുറേ പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ട് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ വാങ്ങാനായിട്ട് നമ്മളെ കൊണ്ട് ആവതിയില്ല അങ്ങനെയൊക്കെ. അപ്പോൾ വേണ്ട, പറ്റില്ലെങ്കിൽ വാങ്ങണ്ട, പക്ഷേ സപ്പോർട്ട് ചെയ്യാമല്ലോ നമുക്ക്. എനിക്ക് മനസ്സിലാവുന്നുണ്ട് നിൻ്റെ വേദനകളും വിഷമങ്ങളും ഒക്കെ എന്നുള്ള ആ ഒരു വാക്ക്. അല്ല, വാങ്ങാൻ പൈസ ഇല്ലെന്ന് വെച്ചാൽ ഈ ബ്രസ്റ്റ് പമ്പ് പോലുള്ള സാധനത്തിന് മാത്രമേ ഇത്രയും വിലയുള്ളൂ. ബാക്കി ബ്രസ്റ്റ് പമ്പ് ഇലക്ട്രിക് ആയതുകൊണ്ടാണ്. ഇപ്പം നമ്മളുടെ കയ്യിലിരിക്കുന്ന ബ്രസ്റ്റ് പമ്പിന് 7,000 രൂപയുടെ അടുത്താണ്. പക്ഷേ മാനുവലിന് 150 രൂപയുള്ളൂ. ഞാൻ മെഡിക്കൽ ഷോപ്പിൽ പോയി ചോദിച്ചപ്പോൾ അവിടെ ഉള്ളത് 150 രൂപയ്ക്കാണ് പല പല കമ്പനിയുടെയൊക്കെ. പിന്നെ ഇതിനകത്ത് എനിക്ക് തോന്നിയ വേറൊരു മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ, ഇപ്പോൾ അടുത്ത വീട്ടിൽ ആ ചേച്ചി പ്രസവിച്ചപ്പോൾ അല്ലെങ്കിൽ എൻ്റെ മോള് പ്രസവിച്ചപ്പോൾ മോൾക്ക് നടുവേദന ഉണ്ടായില്ല എന്ന് എനിക്ക് നടുവേദന ഉണ്ടല്ല, അങ്ങനത്തെ ഒരു ചോദ്യം വരില്ലേ? അതെനിക്ക് മനസ്സിലായ കാര്യം, ഇപ്പോൾ ഇവള് ഗർഭിണിയായപ്പോഴും എനിക്കറിയാം, എൻ്റെ വീട്ടിൽ പെങ്ങൾ ഗർഭിണിയായപ്പോഴും എനിക്കറിയാം. കാരണം അവളുടെ പ്രസവം കഴിഞ്ഞിട്ടില്ല. ഈ രണ്ടുപേരും എൻ്റയർലി ഡിഫറൻ്റ് ആണ് വേദനകൾ. അതായത് ഇവർക്ക് നടുവേദന ഭയങ്കര കൂടുതലാണ്.
പക്ഷെ അവൾക്ക് നടുവേദന ഇല്ല, അവൾക്ക് അവൾക്ക് കാലുവേദന, ഭയങ്കര ഭയങ്കര കൂടുതലാണ്. കാലുവേദനയാണ് അവൾക്ക്. അതുപോലെ തന്നെ ഇവക്ക് ഛർദി ഛർദി, 3-ാം മാസം എനിക്ക് മുതൽ രണ്ടിനും ഛർദിയായിരുന്നു. ഒരു 5 തവണ ഛർദിക്ക് വേണ്ടി ഞങ്ങൾ രാത്രി ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ട്. നിക്കക്കളിയിലാണ് ഛർദി വന്നപ്പോൾ ഹോസ്പിറ്റലിൽ പോയി കിടക്കും, പിറ്റേ ദിവസം രാവിലെ വരും. അങ്ങനത്തെ സ്കീമാണ് ഇവക്ക്. പക്ഷെ പെങ്ങൾക്ക് ഛർദി എന്ന് പറഞ്ഞ സാധനമേ ഇല്ല. അവൾക്ക് വേറെ വേദന, പക്ഷെ അവൾക്ക് വേറെ അവൾക്ക് ഒരു ദിവസം ഗ്യാസ് കയറി ഭയങ്കര ബുദ്ധിമുട്ടായി ഇതുപോലെ പോകണം. അപ്പം ഓരോ ആളുകൾക്കും വ്യത്യസ്തമായിട്ടുള്ള ബുദ്ധിമുട്ടുകളാണ്. ഇപ്പം ഞാൻ പ്രഗ്നൻ്റ് ആയിട്ട് എൻ്റെ 2 ഡെലിവറി കഴിഞ്ഞ ആളാണ്. പക്ഷെ അപ്പോൾ ഇതുപോലെ ഇപ്പം നമ്മുടെ ഫ്രണ്ട്സ് ആരെങ്കിലുമൊക്കെ ക്യാരിങ് ആണെങ്കിലൊക്കെ എന്നെ വിളിക്കും, എടി എന്താണ് ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകളാണെന്ന് പറയുമ്പോൾ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലാത്ത കാര്യങ്ങളാണ് അവർക്ക് തോന്നുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ആ ചോദ്യങ്ങൾ പൊതുവെ പരസ്പരം വിളിച്ചു ചോദിച്ചതും കൊണ്ടും കാര്യമില്ല. കാരണം ഇപ്പോൾ എൻ്റെ ഡിഫറൻ്റ് ആണ്. അതുപോലെ തന്നെ ആ ബുദ്ധിമുട്ട് വരുമ്പോൾ അവരെ കുറ്റപ്പെടുത്തിയിട്ടും കാര്യമില്ല. അവൾക്ക് നടുവേദന ഒന്നും ഉണ്ടായിരുന്നില്ല, അവൾക്ക് കുഴപ്പമുണ്ടായില്ല, എനിക്ക് എന്താണെങ്കിൽ നടുവേദന എന്ന് പറയുമ്പോൾ അത് വ്യത്യാസമാണ്. രണ്ടുപേരുടെയും ബോഡി, നമ്മുടെ ബോഡിയുടെ ഇത് എല്ലാം വ്യത്യാസമുണ്ടല്ലോ. ആ ചോദ്യം പെട്ടെന്ന് ഒരാണാണെങ്കിൽ ഒരു കാരണവശാലും ചോദിക്കാൻ പാടില്ല, കാരണം അവൻ പ്രസവിച്ചിട്ടില്ല. അതാണ് ഏറ്റവും വലിയ ഇത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ വീഡിയോ ഹസ്ബൻഡിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, അങ്ങനെയുള്ള ഫാമിലി ഗ്രൂപ്പിലൊക്കെ ഇട്ട് കൊടുക്കുക. അവരാണ് ഇത് കാണേണ്ടത്. ശരിക്കും ഒരു ലേഡി അല്ല ഇത് കാണേണ്ടത്. ലേഡിക്ക് ഇത് അറിയാം ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നും ഇതിനുള്ള അവർ പല റീലുകളൊക്കെ കാണുന്നതുകൊണ്ട് ഡോക്ടർമാരോടൊക്കെ ചോദിക്കുന്നുണ്ട്. അവരുടെ ഫ്രണ്ട്സൊക്കെ പ്രഗ്നൻ്റ് ആകുമ്പോൾ അവരോട് ചോദിക്കുക, അപ്പോൾ ഞാൻ അതൊക്കെ വാങ്ങിച്ചിട്ട് ഇതൊക്കെ വാങ്ങിച്ചതെന്നൊക്കെ പറയുമ്പോൾ അവർക്കറിയാം. പക്ഷേ നിങ്ങളുടെ ഹസ്ബൻഡ് ചിലപ്പോൾ അറിയാൻ പറ്റില്ല, അച്ഛൻ ചിലപ്പോൾ അറിയാൻ പറ്റില്ല. അപ്പോൾ അവർക്ക് അഴിച്ചു കൊടുക്കുമ്പോൾ അവർക്ക് മനസ്സിലാവും ഇങ്ങനെയുള്ള സാധനങ്ങളുണ്ടെന്നും ഇങ്ങനെയുള്ള കമൻറ്റുകളും കാര്യങ്ങളൊക്കെ അതിൻ്റെ അകത്ത് വരുന്നുണ്ടെന്നും പ്രശ്നങ്ങൾ ഒക്കെ പറഞ്ഞുകൊണ്ട് വരുന്നുണ്ടെന്നൊക്കെ മനസ്സിലാവും. അത് നിങ്ങൾക്ക് ഗുണം ചെയ്യും അല്ലേ? സോ അവസാനിപ്പിച്ചോ? അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളിത് ഷെയർ ചെയ്യുക, അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ വീണ്ടും പുതിയ ഷോർട്സും പുതിയ ലോങ് വീഡിയോസും ആയിട്ടൊക്കെ വരും. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്.